സുധി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കും. സരസ്വതി എഫ് എമ്മിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി 1 കൊല്ലവർഷം 1201 മകരം 18 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാദർ സ്പർശ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളിൽ സാനിറ്ററി പാഡ് സൗജന്യമായി നൽകണം. ആർത്തവ ശുചിത്വം മൗലിക അവകാശമെന്ന് സുപ്രീം കോടതി. പൗർണമിക്കാവിൽ ഇന്ന് നട തുറക്കും. വിഴിഞ്ഞത്ത് കണ്ടെയ്നർ ദേശീയപാത വഴി ചീർപ്പായി 2 ആഴ്ചയ്ക്കുള്ളിൽ തുടക്കം. കമുകിൻകോട് വിശുദ്ധ അന്തോണീസ് തീർത്ഥാടന ദേവാലയ തിരുനാൾ ഫെബ്രുവരി 3 കൊടിയേറും. വാർത്തകൾ വിശദമായി. പാദസ്പർശ് ഉദ്ഘാടനം ചെയ്തു. പ്രമേഹ പാദരോഗ ചികിത്സയുടെ ദേശീയതല അക്കാദമിക് സമ്മേളനം പാദസ്പർശ് 2026 ഉദ്ഘാടനം നടന്നു. പാറശാല സരസ്വതി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഉദയസമുദ്ര ബീച്ച് ഹോട്ടലിൽ സംഘടിപ്പിച്ച ചടങ്ങ് മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അരുൺപാൾ അധ്യക്ഷനായി. ഡോക്ടർ എസ് അജയ്കുമാർ, ഡോക്ടർ VBN മൂർത്തി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഡോക്ടർ എസ് അജയ്കുമാർ എഴുതിയ പ്രമേഹത്തിന്റെ പാദസ്പർശം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പുസ്തകത്തിന്റെ ആദ്യ കോപ്പി പ്രൊഫസർ ഡോക്ടർ അരുൺപാളിൽ നിന്ന് പ്രൊഫസർ ഡോക്ടർ ദയാനന്ദ ബാബു ഏറ്റുവാങ്ങി. സ്കൂളിൽ സാനിറ്ററി പാഡ് സൗജന്യമായി നൽകണം. ആർത്തവ ശുചിത്വം മൗലിക അവകാശമെന്ന് സുപ്രീം കോടതി. ആർത്തവ ശുചിത്വം ഭരണഘടനയുടെ 21 വകുപ്പ് പ്രകാരം ജീവിക്കാനും സ്വകാര്യത സൂക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി. സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ സൗജന്യമായി സാനിറ്ററി പാഡുകൾ ലഭ്യമാക്കണം. ശുചിത്വമുള്ള പെൺ ടോയ്ലറ്റുകൾ ഉറപ്പാക്കാനും ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. ഇത്തരം സൗകര്യങ്ങൾ വിദ്യാഭ്യാസ അവകാശത്തിന്റെ ഭാഗമാണ്. സ്വകാര്യതയും അന്തസ്സും ഉറപ്പാക്കി ആർത്തവകാല പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാകാത്ത പെൺകുട്ടികൾക്ക് മാനസിക സമ്മർദ്ദമേറും. സ്കൂളിൽ മുഴുവൻ സമയം കഴിയാനാകില്ല. ആർത്തവ ശുചിത്വ നയം 3 മാസത്തിനുള്ളിൽ രാജ്യമെമ്പാടും നടപ്പാക്കും. പൗർണമിക്കാവിൽ ഇന്ന് നട തുറക്കും. വെങ്ങാനൂർ പൗർണമിക്കാവ് ശ്രീബാല ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ പൗർണമിയായ ഇന്ന് നട തുറക്കും. ഡിസംബർ 26 മുതൽ 31 വരെ നടക്കുന്ന മഹാകാളിക യാഗത്തിന്റെ മുന്നോടിയായി എല്ലാ പൗർണമിയിലും നടക്കുന്ന പഞ്ചമുഖ ഗണപതിയുടെ പ്രത്യേക ഗണപതി ഹോമം ശ്രീ ശങ്കരാചാര്യ മഠത്തിലെ മുഖ്യ പുരോഹിതനായ ഫണികുമാർ ശർമ്മയുടെ നേതൃത്വത്തിൽ രാവിലെ ഉണ്ടായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ആദി പരാശക്തിയുടെ ശ്രീകോവിലിന്റെ മേൽക്കൂരയുടെ ചെമ്പ് ചാർത്തൽ ചടങ്ങും ഇന്ന് നടക്കും. വിഴിഞ്ഞത്തെ കണ്ടെയ്നറുകൾ ദേശീയപാത വഴി ചീറിപ്പായും 2 ആഴ്ചയ്ക്കുള്ളിൽ തുടക്കം. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് കണ്ടെയ്നർ വഴിയുള്ള ചരക്ക് നീക്കത്തിന് ഫെബ്രുവരി 2ാം വാരത്തോടെ തുടക്കമാകും. അതോടെ തിരുവനന്തപുരം വഴി വടക്കോട്ട് കണ്ടെയ്നറുകളുടെ നീക്കം തുടങ്ങും. ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിർവഹിച്ചിരുന്നു. അപ്രോച്ച് റോഡിനെ ദേശീയപാത ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്ന പണികളും മറുതലയ്ക്ക് തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന പണികളും അവസാന ഘട്ടത്തിലാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ടാറിംഗ് അടക്കം പൂർത്തിയാവും. കൗതുക വാർത്തകൾ. ഇരുമ്പുകുന്തം പഴക്കം 5300 വർഷം. 8 അടി നീളം വരുന്ന ഇരുമ്പുകുന്തം കണ്ടെത്തിയത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിക്കടുത്ത് തിരുമലാപുരത്ത് നടത്തിയ ഖനനത്തിൽ. 5300 വർഷം പഴക്കമുണ്ടെന്നും ഇന്ത്യയിലെ പുരാവസ്തു ഖനന പ്രദേശങ്ങളിൽ നിന്ന് മുമ്പ് ലഭിച്ച ഏതൊരു ആയുധത്തെക്കാൾ നീളമുണ്ടെന്നും ഗവേഷകർ. ഇത്രയും കാലം മണ്ണിനടിയിൽ കിടന്നിട്ടും വളരെ കുറച്ച് നാശനഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. തമിഴ്നാടിന്റെ വരണ്ട മണ്ണിന്റെ പ്രത്യേകത കാരണമാണത്രേ വലിയ നാശം സംഭവിക്കാത്തതെന്ന് ഗവേഷകർ. BC 3345 കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണെന്നാണ് കരുതുന്നത്. കായികം. ഒളിമ്പിക്സ് ലക്ഷ്യമിട്ട് കോളേജ് സ്പോർട്സ് ലീഗ് വരുന്നു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 2036 ഒളിമ്പിക്സ് ഗെയിമിൽ പങ്കെടുക്കാൻ അത്ലറ്റുകളെ സജ്ജമാക്കാൻ ലക്ഷ്യമിട്ട് കോളേജ് സ്പോർട്സ് ലീഗ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. കോളേജ് തലത്തിൽ യുവ കായിക പ്രതിഭകളെ കണ്ടെത്തി പരിപോഷിക്കുന്നതിനാണിത്. 2 കോടി വകയിരുത്തി. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് അജയ്കുമാർ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഗ്യാസ് അഥവാ ആമാശയ സംബന്ധമായ രോഗങ്ങൾ. ഭയപ്പെടേണ്ടത് എന്തിനെ എന്ന വിഷയത്തെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ വയറിന്റെ മുകൾ ഭാഗത്തുണ്ടാകുന്ന അസ്വസ്ഥത, വയറുവീർപ്പ്, ഏമ്പക്കം, വയറുവേദന തുടങ്ങിയവ ചേർന്നതിനെയാണ് ജനങ്ങൾ ഗ്യാസ് എന്ന് പറയുന്നത്. ശരിക്കും ആമാശയ സംബന്ധമായ ഈ പ്രശ്നം വളരെ ഗൗരവപൂർവ്വം സമീപിക്കേണ്ട ഒന്നാണ്. ഒരു വ്യക്തിക്ക് ചെറുപ്പം മുതൽ തന്നെ ആമാശയ സംബന്ധമായ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് തുടർന്നു പോകുന്നുണ്ടോ എങ്കിൽ വലുതായി ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ഗൗരവമായ കാര്യം എന്നത് ഒരു വ്യക്തിക്ക് ആമാശയ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ഒരു പ്രത്യേക പ്രായത്തിൽ അത് തുടങ്ങുകയും ചെയ്താൽ നമ്മളത് ഗൗരവത്തോടെ സൂക്ഷിക്കണം. ഉദാഹരണത്തിന്, കുറച്ച് ആഹാരം കഴിക്കുമ്പോഴേ വയറ് നിറഞ്ഞു പോവുക, പതിവില്ലാതെ വിശപ്പ് നഷ്ടപ്പെടുക, ഈയിടെയായി തുടങ്ങിയ കുളിച്ചു തികട്ടൽ, ആഹാരം ഇറക്കാൻ തടസ്സം, ഇതൊക്കെ
ഗ്യാസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്നതല്ല. ഗ്യാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആമാശയത്തിലെ അസിഡിറ്റിയുടെ അളവ് കൂടുകയോ ചെറിയ ചെറിയ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൊണ്ട് ഗ്യാസ്ട്രൈറ്റിസ്, സാൻട്രൽ ഗ്യാസ്ട്രൈറ്റിസ് തുടങ്ങിയവ കൊണ്ട് ആളിന് വയറുവേദന, വയറുപെരുക്കം തുടങ്ങിയവ വരികയോ എന്നതാണ്. എന്നാൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു ലക്ഷണം കുളിച്ചു തികട്ടൽ ഒട്ടുമേ ചെറുപ്പകാലത്തോ അതിനുശേഷമോ ഇല്ലായിരിക്കുന്നു, ഒരു സുപ്രഭാതത്തിൽ തുടങ്ങുന്നു. അല്ലെങ്കിൽ ആഹാരം ഇറക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങുന്നു. ആഹാരം അല്പം കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞതായിട്ട് തോന്നുന്നു. അതിനോടൊപ്പം വിശപ്പ് കുറവ് ഉണ്ടാകുന്നു. വയറിൽ ഇങ്ങനെ മുഴച്ചു വരുന്നു. ഇതൊക്കെ ഗ്യാസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടവയല്ല. അത് ആമാശയത്തിലെ ഗൗരവമായ രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ രോഗി അത്യാവശ്യമായി ഒരു സർജനെയോ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെയോ കാണിച്ച് എൻഡോസ്കോപ്പി തുടങ്ങിയ പരിശോധനകൾ ചെയ്ത് ഗൗരവമായ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അല്ലാതെ ഗ്യാസ് ആണ് എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ കിട്ടുന്ന ഗ്യാസിൻ്റെ ഗുളികകളും പാൻറ്റോപ്രസോളും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നാൽ ഗൗരവമായ പ്രശ്നങ്ങളാണെങ്കിൽ അത് മൂർച്ഛിക്കുകയും ചികിത്സിച്ച് മാറ്റാനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്യും. ഓർക്കുക, ഗ്യാസ് എന്ന് പറയുന്നത് വളരെ അവ്യക്തമായ ഒരു പ്രയോഗമാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ ഇഴ, നാര് കീറി നോക്കുമ്പോഴാണ് ഒരു ഡോക്ടർക്ക് കൃത്യമായി മനസ്സിലാവുന്നത്. ആമാശയ രോഗങ്ങൾ വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ എൻഡോസ്കോപ്പി ചെയ്താൽ മതിയാവും. ആമാശയ രോഗങ്ങളിൽ ഒട്ടുമിക്കതും പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ഇനി അടുത്ത ഒരു വിഷയവുമായി അടുത്ത ആഴ്ച കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം: സർജൻ ഡോക്ടർ SK അജയ്കുമാർ രാവിലെ 9 മുതൽ 12 വരെ. ഫിസിഷ്യൻ ഡോക്ടർ രാധാകൃഷ്ണൻ രാവിലെ 9 മുതൽ 11 വരെ. ഡോക്ടർ സതീഷ് കുമാർ രാവിലെ 10 മുതൽ 12 വരെ, ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4 വരെ. ഡോക്ടർ റെയ്നീഷ് വൈകിട്ട് 5 മുതൽ 7 വരെ. ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ 10 മുതൽ 12:30 വരെ, വൈകിട്ട് 4 മുതൽ 6 വരെ. പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിനു 10 മുതൽ 1 വരെ. ഡോക്ടർ ഷെബിൻ 6 മുതൽ 7 വരെ. ഡോക്ടർ ശ്രുതി മനോഹർ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കൂ 9072442098 047122019898. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: മനുഷ്യന്റെ ആമാശയത്തിന് എത്ര വോളിയം അല്ലെങ്കിൽ എത്ര കപ്പാസിറ്റി ഭക്ഷണം ഉൾക്കൊള്ളുവാൻ കഴിയും? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി നൽകൂ, സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം.